നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും തിരുവോണദിന ആശംസകൾ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രതീക്ഷയുടെയും നിറവോടെ ഇന്ന് തിരുവോണം. ആഘോഷത്തിമിർപ്പിൽ നാടും നഗരവും. ഓണാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ള ഹൃദയവും ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണം സൃഷ്ടിക്കാനാകുമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഓണ സന്ദേശം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് ഡിസൈനിലെ പാളിച്ച കൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2023 മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി ഫലപ്രദമായി ഇടപെട്ടില്ലെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കുറ്റപ്പെടുത്തൽ. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സി സദാനന്ദൻ MP. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധം ശക്തമാക്കി UDF. ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ MPമാരുടെ നിരാഹാരം. കേന്ദ്രത്തെ വാമനനോട് ഉപമിച്ച് മന്ത്രി സണ്ണി ജോസഫ്. കേന്ദ്രം കേരളത്തെ ചവിട്ടിത്താഴ്ത്തുന്നുവെന്ന് ആരോപണം. സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കാനൊരുങ്ങി അമേരിക്ക. US വിസയ്ക്കുള്ള നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. നടപടി H1B വിസ അപേക്ഷകൾക്ക് കനത്ത ഫീസ് ഏർപ്പെടുത്തുവാനുള്ള തീരുമാനത്തിനു പിന്നാലെ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. ശ്രീലങ്കയ്ക്ക് ഫോളോ ഓൺ. 290 റൺസിന് പുറത്ത്. 2ാം ഇന്നിംഗ്സിലും മോശം തുടക്കം. ഒന്നിച്ചോണം മിന്നിച്ചോണം. ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ള ഹൃദയവും ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണം സൃഷ്ടിക്കാനാകുമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഓണ സന്ദേശം. കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏതൊരു കൂരിരുട്ടിലും പ്രകാശത്തിൻ്റെ തിരി കൊളുത്തി വയ്ക്കാൻ നമുക്ക് കഴിയുമെന്നും അമ്മ പറഞ്ഞു. മലയാള നാടും മലയാളികളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരാഘോഷമാണ് ഓണം. മനുഷ്യരെല്ലാവരും എന്നപോലെ സന്തോഷത്തോടെ കഴിഞ്ഞ സുന്ദരമായൊരു ഭൂതകാലം. ആ പോയ കാലത്തെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ. അതുപോലുള്ളൊരു കാലം ഇനിയും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയും സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്ന വർത്തമാനകാലത്തെ ആഘോഷം. ഒപ്പം ഈശ്വരഭക്തി, ഈശ്വര സമർപ്പണം, ഉന്നതമായ മൂല്യങ്ങൾ എല്ലാം ചേർത്തറിഞ്ഞതാണ് ഓണം. ഈശ്വരഭക്തിയും മനുഷ്യ സ്നേഹവും ഒന്നു ചേരുന്ന കാലമാണ് ഓണക്കാലം. അങ്ങനെ സ്നേഹം, സൗഹൃദം, സഹോദര്യം, സമൃദ്ധി, സമത്വം, സമർപ്പണം തുടങ്ങിയ മഹത്തായ മൂല്യങ്ങൾ ഓണം ഉയർത്തിപ്പിടിക്കുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊരു ചൊല്ലുണ്ട്. ഗഹനമായ ആധ്യാത്മിക സന്ദേശം ഉൾക്കൊള്ളുന്നൊരു ചൊല്ലാണത്. നമ്മുടെ സങ്കല്പം കൊണ്ടും മനോഭാവം കൊണ്ടും ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. എത്ര പണമുണ്ട്, എത്ര സമ്പത്തുണ്ട്, എത്ര ഭൗതികമായ സൗകര്യങ്ങളുണ്ട് എന്നൊന്നും അല്ല കാര്യം. യഥാർത്ഥ സന്തോഷം തരുന്നത് ശരിയായ മനോഭാവവും കാഴ്ചപ്പാടുമാണ്. സ്നേഹം, സൗഹൃദം, സംതൃപ്തി, സഹകരണം, ആത്മവിശ്വാസം തുടങ്ങിയ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാം. ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷമായി കഴിയാം. നമ്മുടെ പ്രയത്നങ്ങളൊക്കെ മികച്ച വിജയം കൈവരിക്കുകയും ചെയ്യും. കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏതൊരു കൂരിട്ടിലും പ്രകാശത്തിൻ്റെ ഒരു നെയ്ത്തിരി കൊളുത്തി വയ്ക്കാൻ നമുക്ക് കഴിയും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ള ഹൃദയം ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണത്തെ സൃഷ്ടിക്കാനാവും. ഇത് തന്നെയാണ് ഓണം നമുക്ക് നൽകുന്ന പ്രധാനമായ സന്ദേശം. ഉള്ളതുകൊണ്ട് സന്തോഷിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കാനും ഓണം നമ്മെ പഠിപ്പിക്കുന്നു. ആ വിശ്വാസവും ആഹ്ലാദവും ഉത്സാഹവും ജീവിതത്തിൽ എന്നും നമ്മളൊപ്പം ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ വാമന രൂപത്തിലേക്ക് നീശങ്ങൾ വളർന്നു വലുതായി നമ്മൾ ഈശ്വരാനുഭൂതിയിലേക്ക് ഉയർത്തട്ടെ. അനുകൃപ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. സമ്പദ്സമൃദ്ധിയുടെ ഗതകാല സ്മരണകൾ ചേർത്ത് വെച്ച് മലയാളികൾ തിരുവോണ ആഘോഷത്തിലേക്ക്. കേരളീയർക്ക് ഓണം എന്നും മൃഗാതുരതയുടെ ഓർമ്മകളാണ്. പൂക്കളവും ഓണക്കോടിയും സദ്യയും കളികളുമായി ആ നല്ല നാളുകൾ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലുമാണ് ഏവരും.
പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഓണപ്പൂക്കളം തന്നെയാണ്. അത് നാടനായാലും മറുനാടനായാലും ഓണപ്പൂക്കളം നിറയാതെ മലയാളികളുടെ മനസ്സ് നിറയില്ല. നമ്മളുടെ പണ്ടത്തെ കാലവും ഇന്നത്തെ ഓണക്കാലവും നോക്കുകയാണെങ്കിൽ ഇന്നെല്ലാം ആർട്ടിഫിഷ്യലാണ്. നമ്മളെല്ലാം കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു, അതൊരു പേരിനെ ഇടുന്നു. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മളെല്ലാവരും ആസ്വദിച്ചിട്ടായിരുന്നു പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത്. പാലടപ്പായസം പപ്പടവും കൂട്ടി ഒരു പിടി പിടിച്ചാലേ ഓണസദ്യ ഭേഷാകൂ. പണ്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ തൃക്കാക്കരയപ്പനെ രാവിലെ വെച്ച് അണിഞ്ഞു പൂജിച്ച് പൂവടയും പഴനൂർക്കൊക്കെ ഉണ്ടാക്കി പപ്പടവും ഒക്കെ ഉണ്ടാക്കി പൂജിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്നിച്ച് സദ്യ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് പിന്നെ എന്തെങ്കിലും ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും വൈകുന്നേരം വരെ. അതന്നെ. ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പം നമുക്കൊരു കളികളൊക്കെ കളിക്കാറുണ്ട്. നമുക്ക് പൂക്കളാണ് ആദ്യം ഓർമ്മ വരുന്നത്. അതോടൊപ്പം സദ്യ കഴിക്കാറുണ്ട്. അടിപൊളി സദ്യയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു തിരുവാതിരക്കളിയൊക്കെ വരാറുണ്ട്. നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് നമ്മളെന്താ ചേച്ചി ചെയ്യാറുള്ളത്? നമ്മൾ തിരുവാതിരയൊക്കെ കളിച്ച് അടിപൊളിയാക്കാറില്ലേ? അപ്പം നമുക്കൊരു തിരുവാതിരയൊക്കെ കളിച്ചാലോ? ഓണപ്പൂക്കളവും ഓണസദ്യയും ഒക്കെയായി. ഇനി നമുക്കൊരു തിരുവാതിരക്കളി ആയാലോ? എല്ലാവർക്കും ഇതുപോലെ തന്നെയായിരിക്കും ഓണം. ഭയങ്കര ആഘോഷമായിട്ട് നമുക്ക് എല്ലാ കാലത്തും ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗൃഹാതുരത്വം ഓർക്കുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും. അങ്ങനെ ഇത്തവണത്തെ ഓണം നമ്മൾ പൊളിക്കും. അമൃത ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണത്തെ വരവേറ്റ് തൃക്കാക്കര ക്ഷേത്രം തിരുവോണ ദിനത്തിലെ പ്രധാന ചടങ്ങുകളിലും സദ്യയിലും പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത്. ഓണത്തിൻ്റെ ഐതിഹ്യവും തൃക്കാക്കരയപ്പൻ്റെ മഹത്വവും ഓർമ്മിപ്പിക്കുന്ന വിവിധ ചടങ്ങുകളോടെയാണ് ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങൾ നടന്നത്. ഓണത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒത്തൊരുമിക്കുന്ന കൊച്ചി തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണാഘോഷം നടന്നു. രാവിലെ ക്ഷേത്ര ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് തിരുവോണ സദ്യയും ഭക്തർക്കായി വിളമ്പി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, മന്ത്രിമാരായ റോജി എം ജോൺ, വി ഇ അബ്ദുൽ ഗഫൂർ, എം പി ഹൈബി ഈഡൻ എന്നിവർ ചേർന്നാണ് ഓണസദ്യ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം ഭക്തർ തിരുവോണനാളിൽ തൃക്കാക്കരയപ്പനെ തൊഴാനും പ്രസാദമായ സദ്യ കഴിക്കാനും എത്തി. മന്ത്രിയായി അതിനുശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിൽ വരുന്നതും ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതും സദ്യയിൽ പങ്കെടുക്കുന്നതും ഒക്കെ. എല്ലാവർക്കും ഹൃദയം പറഞ്ഞ ഓണാശംസകൾ. അത്തം മുതൽ 10 ദിവസമാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. വാമനമൂർത്തി മഹാബലിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് തൃക്കാക്കരയിലാണെന്നാണ് വിശ്വാസം. അമൃത ന്യൂസ്, കൊച്ചി. ആചാരാനുഷ്ഠാനങ്ങളുടെ നിറവിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണാഘോഷം. പാർത്ഥസാരഥിയുടെ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തി. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് ആരംഭിച്ച യാത്രയാണ് പുലർച്ചെ 6 മണിയോടെ ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിയത്. പുലർച്ചെ 5:30 ആറന്മുള ക്ഷേത്രക്കടവിലെത്തിയ തിരുവോണത്തോണിയെ ക്ഷേത്രം ഭാരവാഹികളും കരക്കാരും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു. പരമ്പരാഗത രീതിയിൽ തടിയുരലിൽ കുത്തിയെടുത്ത അരി മുതൽ കദളിപ്പഴം വരെയുള്ള സർവ്വ വിഭവങ്ങളുമായാണ് കുമാരനല്ലൂർ മങ്ങാട്ട് അനൂപ് നാരായണ ഭട്ടതിരിയുടെ നായകത്വത്തിൽ തിരുവോണത്തോണി എത്തിയത്. നിരവധി പള്ളിയോടങ്ങൾ തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തി. മഴയത്തും ഭക്തിസാന്ദ്രമായിരുന്നു ക്ഷേത്ര പരിസരം. പാരമ്പര്യ തനിമയിൽ തിരുവോണത്തോണി വരവ് നടന്നിരിക്കുകയാണ്. ഭഗവാന് ഇന്ന് തിരുവോണ സദ്യ ഉണ്ണാനുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരിപ്പാട് വിഭവങ്ങൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. അതുപോലെ ഒരു വർഷത്തേക്ക് കടാവിളക്കായി സൂക്ഷിക്കുന്ന ഒരു ദീപം
കാട്ടൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവരികയും അകത്ത് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ തിമിർപ്പിലാണ്. കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കൈമാറിയ വിളക്ക് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കെടാവിളക്കിലേക്ക് അഗ്നിയായി പകർന്നു. ഇതിനുശേഷം ക്ഷേത്രത്തിലെ പതിവ് പൂജകൾ ആരംഭിച്ചു. വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം കിഴി സമർപ്പിച്ചാണ് മങ്ങാട്ട് ഭട്ടതിരിയുടെ മടക്കം. ഇനി ഉത്രട്ടാതി വള്ളം കളിക്കായുള്ള ഒരുക്കത്തിലാണ് ആറന്മുള ദേശക്കാർ. അമൃത ന്യൂസ്, പത്തനംതിട്ട. തിരുവോണ ദിവസമായി ഇന്ന് ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിനായി നിരവധി ഭക്തരാണ് എത്തുന്നത്. പുലർച്ചെ പെയ്ത തോരാമഴയും അവഗണിച്ച നിരവധി പേർ ദർശന പുണ്യം തേടി എത്തിയിരുന്നു. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ തിരുവോണ നാളിലെ പ്രത്യേക പൂജകളും വഴിപാടുകളും സന്നിധാനത്ത് നടന്നു. ഇത്തവണ തിരുവോണ സദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ടാണ് നടത്തുന്നത്. ഓണത്തോടനുബന്ധിച്ചുള്ള 5 ദിവസത്തെ പ്രത്യേക പൂജകൾ പൂർത്തിയാക്കി മറ്റന്നാൾ ചതയൻ നാളിൽ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി ക്ഷേത്രനട അടയ്ക്കും. കേരളത്തിന് പുറത്തും മലയാളികൾ ഓണാഘോഷം ഗംഭീരമാക്കുകയാണ്. ഡൽഹിയിൽ മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തിൽ പ്രത്യേക പൂജകളും പൂക്കളവും ഓണസദ്യയുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ജിഷ്ണുകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മലയാളികൾ എവിടെയുണ്ട് അവിടെയെല്ലാം തന്നെ ഓണാഘോഷം കളറാക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഇവിടെ ക്ഷേത്ര ദർശനത്തിനും ഓണാഘോഷത്തിൽ പങ്കെടുക്കാനുമായി എത്തിയിട്ടുള്ള ആളുകളെ കാണാം. ഒപ്പം പൂക്കളം, വലിയ പൂക്കളമാണ് ഒരുക്കിയിട്ടുള്ളത്. രാധാസമേതനായിട്ടുള്ള അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ഉണ്ണിക്കണ്ണനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടി ചിത്രം ആലിംഗനം ചെയ്തിട്ടുള്ള വലിയ പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. മലയാളികൾ ഒത്തുചേരുന്നു. ഓണം എന്ന് പറയുന്നത് എപ്പോഴും വലിയ ആഘോഷത്തിൻ്റെ, നിറത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, ഒരുമയുടെ എല്ലാം ആഘോഷമാണ്. അത് കേരളത്തിൽ മാത്രമല്ല മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരം വലിയ ആഘോഷത്തോടു കൂടി ഓണം കൊണ്ടാടുന്നു. ചിലപ്പോൾ ഈ തിരുവോണ ദിനത്തിൽ മാത്രമല്ല, ഈ ഒരു 1-2 മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഡൽഹിയിലും അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലുമെല്ലാം ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള മലയാളികളെല്ലാം ഉണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണാഘോഷം? ഡൽഹിയിലെ ഓണാഘോഷം വളരെ ഗംഭീരമാണ്. ഈ പ്രവാസികൾക്ക് ഞങ്ങൾ വലിയ ഓണസദ്യയോട് കൂടിയിട്ടുള്ള ഓണാണ് ഉള്ളത്. ഈ പൂക്കളം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കൂട്ടായ്മയുടെ, ഒരു സാഹോദര്യത്തിൻ്റെ ഓണാണ് നമ്മൾ ഡൽഹിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഉത്തര ഗുരുവായൂരപ്പൻ അമ്പലത്തിലെ ഭാരവാഹികളും ഇതിൻ്റെ പ്രവർത്തകരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നത്. ഈ തിരുവോണം അല്ലെങ്കിൽ ഉത്രാടം അത്തരത്തിൽ 2-3 ദിവസങ്ങളാണ് ഓണം കേരളത്തിൽ ആഘോഷമെങ്കിൽ പുറത്ത് ഇവിടെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മണ്ഡലകാലം വരെ ഡൽഹിയിലെ എല്ലാ സ്ഥലത്തും ഓരോ ഓണസദ്യയും ഓരോ സ്ഥലത്തും ഓരോ ഓണ പ്രോഗ്രാം എന്തെങ്കിലുമായിട്ട് ഉണ്ടാവും. ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ഇനി ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ജന്മാഷ്ടമി, പിന്നെ നവരാത്രി, അങ്ങനെ ഓരോ പരിപാടികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നൊരു 6000 പേരെ പ്രതീക്ഷിക്കേണ്ട ഭക്ഷണത്തിന്. പിന്നെ ദൂരത്തെ സ്ഥലത്തുനിന്ന് മീററ്റ്, ഗാസിയാബാദ്, സാരൻപൂർ, അവിടെ നിന്നൊക്കെ എല്ലാവരും അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഓണത്തിൽ അമൃത ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു വഞ്ചിപ്പാട്ടാവും. ഗോവിന്ദ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ നീലകണ്ഠ തമ്പൂരാനേ നീലകണ്ഠ തമ്പൂരാനേ നീലകണ്ഠ തമ്പൂരാനേ ദേവദേവ പത്മനാഭ നീലകണ്ഠ തമ്പൂരാനേ ദേവദേവ പത്മനാഭ നീലകണ്ഠ തമ്പൂരാനേ ദേവദേവ പത്മനാഭ വളരെയധികം സന്തോഷം. അത്തരത്തിൽ കേരളത്തിന് പുറത്തും വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹി മാത്രമല്ല, മറ്റ് ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ, മലയാളികളുള്ള സ്ഥലങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, അവിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ തിരുവോണ ദിനത്തിലും ഇനിയുള്ള ദിവസങ്ങളിലുമെല്ലാം ഓണാഘോഷം ഒരുമയുടെയും അല്ലെങ്കിൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും എല്ലാം ആഘോഷമായി കൊണ്ടാടുകയാണ്. ഓണാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് മോദി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഓണം സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്തു പകരട്ടെ എന്നും മോദി പറഞ്ഞു.
പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ മലബാറിലെ UDF എംപിമാരുടെ നിരാഹാരം തുടരുന്നു. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നടത്തിയ നീക്കമാണ് ഡിവിഷൻ വിഭജനത്തിന് പിന്നിലെന്നാണ് UDFന്റെ ആരോപണം. 7 എംപിമാരാണ് വേദിയിലുള്ളത്. പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് സമരം. കേന്ദ്രത്തെ വാമനനോട് ഉപമിച്ച് മന്ത്രി സണ്ണി ജോസഫ് ആരോപണം ഉന്നയിക്കുന്നു. കേന്ദ്രം കേരളത്തെ ചവിട്ടിത്താഴ്ത്തുന്നുവെന്ന് സണ്ണി ജോസഫ് വിമർശിച്ചു. Detaching Mangalore from Palakkad division is an unjustifiable decision that is against the Kerala people taken by the central government. We are agitating against that unilateral decision. To correct it, we are calling and requesting the Prime Minister to intervene, and the Kerala MPs are on a hunger strike today on Thiruvonam Day. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത്. മണ്ണിടിയാൻ കാരണം ഡിസൈനിലെ പാളിച്ചെന്ന് സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഈ ദുർഘട സദ്യയിൽ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇതൊരു തീർത്തും അപ്രതീക്ഷിതമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2023 ഈ സ്ഥലത്ത് വലിയ തോതിലൊരു മണ്ണിടിച്ചിലുണ്ടാവുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ നല്ല പഠനം നടത്തിയിരുന്നതിനെയാണ് അവർ അവകാശപ്പെടുന്നത്. 3 വർഷമാകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് മണ്ണങ്ങ് അമർന്നു പോയിരിക്കുക. നേരത്തെ ഉള്ളതുപോലെ ഇടിഞ്ഞാകെ ഒഴുകിപ്പോകുന്ന അവസ്ഥയല്ല. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ പ്രദേശം സന്ദർശിച്ച രാജ്യസഭാ MP C സദാനന്ദൻ പ്രദേശത്ത് കൃത്യമായി പരിശോധന നടത്തണം, വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ശാസ്ത്രീയമായി പഠിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നും C സദാനന്ദൻ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ ഇന്നലെ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പല കോണുകളിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിയും. എവിടെയാണ് പ്രശ്നമുണ്ടായത്? കരാറുകാരൻ്റെയാണോ, അതോ ജില്ലാ ഭരണകൂടത്തിൻ്റെയാണോ, അതല്ല ഹൈവേ അതോറിറ്റിയാണോ, ഏതാണ് ഈ ആരാണ് എന്നുള്ളത് ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിലൂടെ വേണം കണ്ടെത്താൻ. എന്തുകൊണ്ട് ശാസ്ത്രീയ അന്വേഷണം എന്ന് വെച്ചാൽ നാളെ ഇതുണ്ടാവരുത്. ഇപ്പോൾ ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേ സ്ഥലത്ത് തന്നെ കുറച്ച് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ആവശ്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയും മണ്ണിൻ്റെ ഘടനയെ സംബന്ധിച്ചുള്ള മഴ പെയ്യുന്ന സമയത്ത് ജലനിർഗമന സംവിധാനത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരിശോധനയൊന്നും. ഇനി വിദേശ വാർത്തകൾ നോക്കാം. കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കാൻ അമേരിക്ക US വിസയ്ക്കായിട്ടുള്ള നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. H-1B വിസ അപേക്ഷകൾക്ക് കനത്ത ഫീസ് ഏർപ്പെടുത്തുവാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് പുതിയ നടപടി. അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് കനത്ത തിരിച്ചടി നൽകി കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ആഗോളതലത്തിൽ അമേരിക്കൻ എംബസികളിലും കോൺസുലേറ്റുകളിലും വിസ അഭിമുഖങ്ങളും മറ്റ് നടപടിക്രമങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ് ട്രംപ്. വിസ അഭിമുഖത്തിന് സമയം ലഭിച്ച് കാത്തിരിക്കുന്നവർക്ക് അപ്പോയിന്റ്മെന്റ് മാറ്റിവെച്ചതായുള്ള ഇമെയിൽ സന്ദേശം ലഭിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന സന്ദേശത്തിൽ പറയുന്നുണ്ടെങ്കിലും എത്ര കാലത്തേക്കാണ് നടപടിക്രമങ്ങൾ നിർത്തിവച്ചിരിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല. US എംബസികളിലും കോൺസുലേറ്റുകളിലുമുള്ള ജീവനക്കാർക്കായി നടത്തുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് നടപടിയെന്നാണ് വിദേശകാര്യ വകുപ്പ് വക്താവിനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 അധികാരമേറ്റതു മുതൽ രാജ്യത്തെ കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത്. തൊഴിൽ വിസയായ H-1Bയിലും സമഗ്രമായ മാറ്റത്തിന് ട്രംപ് ഒരുങ്ങുന്നുണ്ട്. ഇതിന്റെ ആദ്യപടിയായി അപേക്ഷാ ഫീസ് കുത്തനെ ഉയർത്താനാണ് ശുപാർശ. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കാണ് ഇത് കനത്ത തിരിച്ചടിയാകുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നേപ്പാളിൽ മിന്നൽ പ്രളയമാണ്. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന് ഫോട്ടേകോശി നദീതീരത്താണ് മിന്നൽ പ്രളയമുണ്ടായത്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആളപായ സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞു. നിരവധി ഗ്രാമങ്ങൾ ഒലിച്ചുപോയിട്ടുണ്ട്. റോഡുകൾ, പാലങ്ങൾ, ജലവൈദ്യുതി പദ്ധതികൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ടിബറ്റിൽ നിന്നും നേപ്പാളിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് ഫോട്ടേകോശി. പുതുപ്പള്ളി ഹൗസിലെ ഓണാഘോഷം ഇത്തവണയും കാരുണ്യ സ്പർശമായിരുന്നു. ക്യാൻസർ രോഗികളായ നിരവധി പേർക്ക് ഒപ്പമാണ് ചാണ്ടി ഉമ്മൻ MLAയും കുടുംബവും ഓണമുണ്ടത്. 6 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർ ഉണ്ടായിരുന്നു ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിൽ. കഴിഞ്ഞ 11 വർഷമായി തുടരുന്ന പതിവിനെക്കുറിച്ച് മറിയാമ്മ ഉമ്മൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടി ഓർമ്മകളിൽ നിറഞ്ഞു. ഈ സമയത്ത് ഉമ്മൻചാണ്ടി ആ ലോകത്തും ഞാൻ ഈ ലോകത്തുമാണ്.
അവിടെ ഇരുന്നുകൊണ്ട് ഉമ്മൻചാണ്ടി, ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനും. 11ാമത്തെ വർഷമാണ് ഈ ഓണാഘോഷം ഇവിടെ ഇങ്ങനെ നിങ്ങളുമായിട്ട് ചേർന്ന് നടക്കുന്നത്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന്, അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. എല്ലാ ഓണാശംസകളും ഉമ്മൻചാണ്ടിയുടെ എൻ്റെയും കുടുംബത്തിൻ്റെ ഓണാശംസകളുണ്ട്. ഇതുപോലെ ഞങ്ങൾ ഉമ്മൻചാണ്ടി ഇല്ലാത്ത 4ാമത്തെ വർഷമാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മഹാബലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതൃക. പിതാവ് തുടങ്ങിവെച്ച പദ്ധതി കഴിയുന്നിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചാണ്ടി ഉമ്മൻ MLAയും സഹോദരി മറിയ ഉമ്മനും. വലിയൊരു നന്മ പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തിരുവോണത്തിൽ മാവേലി നാട് വാണിടുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഈ ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ ഓണത്തിൻ്റെ തിരുവോണം എത്ര ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ നല്ല കാര്യമാണ്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഇവരോടൊപ്പം ആഘോഷിക്കാൻ പറ്റുക, ആഘോഷം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റുക, ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയൊരു ദൈവത്തിൻ്റെ നിയോഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ തുടങ്ങി വെച്ചതാണ്. 11 വർഷമായി. ഞങ്ങളെ കൊണ്ടാകാവുന്ന വിധം എത്ര വർഷം തുടരാമോ ഞങ്ങളടുത്തുള്ളപ്പോൾ അത്രയും തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഓരോരുത്തരും അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ പരിപാടി നടത്തിയത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും നടത്തുന്ന ശ്രീ ലത്തീഫാണ്. അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് നടത്തുന്നത്. കാരണം അദ്ദേഹം അപ്പയോടുള്ള സ്നേഹത്തിൽ, കാരണം അദ്ദേഹം ഒന്ന് പറഞ്ഞു ഈ ദിവസം നടത്തണം എന്ന് പറഞ്ഞ ഒരു നിർബന്ധപ്രകാരമാണ് ഇന്നും അദ്ദേഹം നടത്തുന്നത്. കഴിഞ്ഞ 11 വർഷമായി. ഓണസദ്യക്കൊപ്പം ഓണക്കോടിയെ സമ്മാനിച്ചാണ് ഇത്തവണയും പുതുപ്പള്ളി ഹൗസ് ഇവരെ യാത്രയാക്കിയത്. മന്ത്രി ടി സിദ്ദിഖും പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി കായിക വാർത്തകൾ നോക്കാം. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. ശ്രീലങ്കയ്ക്ക് ഫോളോ ഓൺ 8ന് 265 എന്ന നിലയിൽ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക 290 റൺസിന് എല്ലാവരും പുറത്തായി. സോണൽ ദിൻഷയുടെ സെഞ്ചുറിയും ലങ്കയെ തുണച്ചില്ല. 2ാം ഇന്നിംഗ്സിലും ആതിഥേയർക്ക് മോശം തുടക്കമാണ്. ഇതോടുകൂടി ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.